ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +2 പബ്ലിക് എക്സാം അടുത്ത് കഴിഞ്ഞു. നാളെയാണ് നമ്മുടെ എക്സാം. അപ്പോൾ ആ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് മറന്നു പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് ആദ്യം അറിയാം കൂൾ ഓഫ് ടൈം എന്നൊരു 15 മിനിറ്റ് ഉണ്ടാകും. ആ ഒരു 15 മിനിറ്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ നമുക്കറിയുന്നത് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കണം. ഞാൻ വായിക്കുന്നത് ഇടയിൽ തന്നെ നമുക്ക് വൺ വേർഡൊക്കെ ആൻസർ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിലൊന്ന് എഴുതി വെക്കുക. ക്ലിയറായോ? അപ്പോൾ കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജിങ് ആണ്. അതായത് കൂൾ ഓഫ് ടൈം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റിലേക്ക് എഴുതാൻ കിടക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ടൈം മാനേജിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരിക്കലും എന്ത് ചെയ്യരുത്, വൺ വേർഡുമ്മ കൂടുതൽ സമയം കളയരുത്. വൺ വേർഡുമ്മ കൂടുതൽ സമയം കഴിഞ്ഞാൽ നമുക്ക് ഹയസ്റ്റ് മാർക്കിൻ്റെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ കഴിയില്ല. ക്ലിയറായോ? അപ്പോൾ വൺ വേർഡൊക്കെ ജസ്റ്റ് അര സെക്കൻഡ് ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ബാക്കി ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ടാവും, അപ്പുറത്ത് ഹയസ്റ്റ് മാർക്കിൻ്റെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഹയസ്റ്റ് മാർക്കിൻ്റെ ആൻസേഴ്സും നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. ക്ലിയറായോ? അപ്പോൾ രണ്ട് കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് കൂൾ ഓഫ് ടൈം, രണ്ട് ടൈം മാനേജിങ്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ ആൻസർ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എഴുതി പോകാനുള്ള ധൃതി ഉണ്ടാവും. അതായത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻ നമ്പറൊന്നും ഇട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല എങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം, മാർക്ക് വരില്ല. ക്ലിയറായോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ടിട്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആൻസേഴ്സ് എഴുതണം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, മാർജിനുമായിട്ട് ഒരിക്കലും ക്വസ്റ്റ്യൻ നമ്പർ എന്താവരുത്, മിക്സ് ആവരുത്. ക്ലിയറായ? അപ്പം 3 കാര്യമായി. പിന്നെ നാലാമത്തെ കാര്യം, പിന്നെ എക്സാം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഡിസ്കഷൻ ആ ഒരു സമയത്ത് ചെയ്യരുത്. കാരണം അപ്പോൾ തന്നെ നമ്മൾ വൺ വേർഡൊക്കെ നമ്മൾ ആ സമയത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഡൗൺ ആവും. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്സാം കഴിഞ്ഞാൽ ഒരു അത് ഇംഗ്ലീഷിൻ്റെ നില കേട്ടോ, ഓരോ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാത്തത് നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കീപ്പ് ഇൻ യുവർ മൈൻഡ്സ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.